തിരുവനന്തപുരത്ത് വട്ടപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ആര്യ എന്ന് പറയുന്ന 15-കാരിയായ പെൺകുട്ടി ഉണ്ടായിരുന്നു. ഇവിടെ പഠിക്കുന്നത് 10ാം ക്ലാസ്സിനാണ്. 10ാം ക്ലാസ്സിൻ്റെ എക്സാമിന് വേണ്ടി പ്രിപ്പയറും കാര്യങ്ങൾ ചെയ്യുകയായിരുന്നു. 2012 മാർച്ച് മാസം 6-ാം തീയതി അന്നേ ദിവസം രാവിലെ ഇവളെ അമ്മയാണെങ്കിൽ വീട്ടിൽ നിന്ന് പണിക്ക് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. വീട്ടിൽ ഇവള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം പിന്നീട് ഇവളെ വൈകുന്നേരം പിന്നീട് ഇവളുടെ അമ്മ വീട്ടിലോട്ട് വരികയും ചെയ്തു. അമ്മ വീട്ടിലോട്ട് വന്നതിന് ശേഷം പിന്നീട് ആര്യയുടെ പേര് വിളിച്ചതിന് ശേഷം കുറേ സമയം ആര്യയെ വിളിക്കുകയാണ്. ആര്യ വിളിച്ചിട്ട് യാതൊരു തന്നെ ആരും റെസ്പോൺസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണെങ്കിലും യാതൊരു കാര്യങ്ങളൊക്കെ തുറന്നു നോക്കിയ ടൈമിന് ഈ അമ്മ അമ്പരന്ന് പോവുകയാണ്. അതായത് ഇവരുടെ മകളാണെങ്കിൽ യാതൊരു രീതിയിലുള്ള അനക്കവുമില്ലാതെ ഡൈനിങ് ഹാളിലാണെങ്കിൽ നിലത്ത് കിടക്കുന്ന രീതിയിലാണ് കാണാൻ സാധിച്ചത്. പെട്ടെന്ന് തന്നെ അയൽവാസികളെല്ലാം വിളിക്കുകയും ചെയ്തു. അവിടെയുള്ള അയൽവാസികളായ ആളുകളെല്ലാം പെട്ടെന്ന് തന്നെ അകത്തോട്ട് കയറി വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ആര്യ മരണപ്പെട്ടിട്ടുണ്ട് എന്ന്. അതായത് ആര്യയുടെ കഴുത്തിൻ്റെ അകത്താണ് ഷാള് മുറുക്കിയ രീതിയിലാണ് ഉള്ളത്. അതുമാത്രമല്ല ആര്യയുടെ നാക്കാണ് പുറത്തോട്ട് തള്ളി നിൽക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് ഇവളെ പൾസും കാര്യങ്ങളും നോക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അമ്മയുടെ പക്കൽ പറയുകയാണ് ആര്യ മരണപ്പെട്ടിട്ട് കുറേ സമയമായിട്ടുണ്ട് എന്ന്. ഇവളെ ബോഡിയിൽ പൾസും കാര്യങ്ങളും ഇല്ല, അതുപോലെ തന്നെ ബോഡി മരവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന്. പെട്ടെന്ന് തന്നെ അതിൽപ്പെട്ട ഒരാളാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ച് വിവരം പറയുകയും ചെയ്തു. അന്നേ സ്ഥലത്തോട്ട് പോലീസുകാർ എത്തുകയും പിന്നീട് ആളുകളെല്ലാം മാറ്റിയതിനു ശേഷം പിന്നീട് അവിടെ നിന്ന് അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ടുവരികയാണ്. അന്നേ സമയമാണ് ആര്യയുടെ അമ്മയാണെങ്കിൽ അവളെ കഴുത്തിലുള്ള ഷാള് പതുക്കെ മാറ്റി നോക്കുന്നത്. അന്നേ സമയം പോലീസുകാരുടെ പക്കൽ ഈ അമ്മ പോയി പറയുകയാണ് ആര്യയുടെ കഴുത്തിൻ്റെ അകത്താണ് ഒരു സ്വർണ്ണമാല ഉണ്ട്, അത് കാണുന്നില്ല എന്ന് പറയുകയാണ്. മറിച്ച് നോക്കുന്ന സമയത്താണ് ഇവളെ കയ്യിലും അതുപോലെ തന്നെ കഴുത്തിലുമുള്ള സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയിട്ടുണ്ട്. അതുപോലെ തന്നെ മോഷണ ശ്രമത്തിനിടയിൽ നടത്തിയ കൊലപാതകമാണ് എന്ന് പോലീസുകാർ മനസ്സിലാക്കുകയും ചെയ്തു. പിന്നീട് ഇവളുടെ ഡെഡ് ബോഡി നേരെ ഓട്ടോപ്സിക്ക് അയക്കുകയും ചെയ്യുകയാണ്. ഓട്ടോപ്സി റിപ്പോർട്ട് വന്നപ്പോഴാണ് പോലീസുകാർ അമ്പരന്ന് പോയത്. അതായത് ഒരു മോഷണ ശ്രമം മാത്രമായിരുന്നില്ല അത്. ഇവളെ കൊലപാതകം ചെയ്യുന്നതിനേയും കാട്ടി മുമ്പേ അതിദാരുണമായി ഇവളെ റേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവളെ സ്വകാര്യ ഭാഗങ്ങളെല്ലാം മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് പിന്നീട് പോലീസുകാർക്ക് ഒരു DNA ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് പോലീസുകാർ അവിടെ നിന്ന് പലതരത്തിലുള്ള അന്വേഷണം കാര്യങ്ങൾ നടത്തിയപ്പോഴാണ് പോലീസുകാർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത് അവിടെയുള്ള ആളുകളെല്ലാം പാവപ്പെട്ട ആളുകളാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ അവരെല്ലാവരും ദിവസം ജീവിക്കാൻ വേണ്ടി കൂലിപ്പണി എടുക്കാൻ പോകുന്ന ആളുകളായിരുന്നു. അന്നേ ദിവസം രാവിലെ എല്ലാവരും കൂലിപ്പണിക്ക് പോയത് കൊണ്ട് തന്നെ ആ ഏരിയയിൽ വലിയ ആളുകൾ ആരും അധികം ഉണ്ടായിരുന്നില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മറിച്ചാണ് വെക്കേഷൻ ഉണ്ടായ കുട്ടികൾ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോലീസുകാർക്ക് അറിയാമായിരുന്നു. അങ്ങനെ ഇരിക്കെ പോലീസുകാർ പലയിടത്ത് തന്നെ കുട്ടികളെല്ലാം വിളിച്ച് ക്വസ്റ്റ്യനും കാര്യങ്ങളും ചെയ്യുകയും ചെയ്തു. അപ്പോഴാണ് +1 പഠിക്കുന്ന വിദ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പോലീസുകാരുടെ പക്കൽ പോയിട്ട് ചിലയായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇവളാണ് ആര്യയുടെ വീട്ടിൻ്റെ ഏകദേശം 50 മീറ്റർ മാറിയിട്ടാണ് ഈ ദിവ്യയുടെ വീടും കാര്യങ്ങളൊക്കെ. ഇവൾ പറയുകയാണ് പോലീസുകാരുടെ പക്കൽ, അതായത് ഞാൻ ഇവളെ കണ്ടിട്ടുണ്ട്, ആര്യ എന്ന് പറയുന്ന ഇവളെ കണ്ടിട്ടുണ്ട്. രാജമ്മ എന്ന് പറയുന്ന ഒരു ഓട്ടോറിക്ഷ ഇവളെ വീട്ടിൻ്റെ മുമ്പിലായിട്ട് കുടുങ്ങി കിടന്നിട്ടുണ്ടായിരുന്നു. അന്നേ സമയം ഞാൻ ട്യൂഷന് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇവളെ വീടിൻ്റെ മുമ്പ് കൂടെ പോയ സമയത്ത് അയാൾ പറഞ്ഞു ഈ വാഹനം ഒന്ന് കയറ്റാൻ വേണ്ടി സഹായിക്കുമോ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനും അതുപോലെ തന്നെ ആര്യയുമാണ് ആ വണ്ടി കയറ്റാൻ വേണ്ടി സഹായിച്ചു കൊടുത്തിട്ടുള്ളത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അതേ രീതിയിലുള്ള കാര്യങ്ങൾ പിന്നീട് ആ കോളനിയിൽ തന്നെ 8ാം ക്ലാസ് പഠിക്കുന്ന ആ ഒരു വിദ്യാർത്ഥി പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ ആര്യം അതുപോലെ തന്നെ വിദ്യയും ഞാൻ ഇത്തരത്തിൽ തന്നെ ആ ഓട്ടോയെ സഹായിക്കുന്നത് കണ്ടിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഓട്ടോയുടെ പേര് രാജമ്മ എന്നാണ്. അതുമാത്രമല്ല അതിലുള്ള ആളെ ഏകദേശം ഇവൾ കണ്ടിട്ടുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോലീസുകാർക്ക് ഉറപ്പാവുകയും ചെയ്തു. മറിച്ച് ഇവളുടെ പക്കൽ ചോദിക്കുകയാണ് ആ വണ്ടി നമ്പർ കാര്യങ്ങൾ ഓർമ്മയുണ്ടോ എന്ന്. ഈ വണ്ടി നമ്പർ കാര്യങ്ങൾ ഇവർക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. ഇവൾ പറഞ്ഞ രീതിയിലെല്ലാം വെച്ചുകൊണ്ട് തന്നെ ഒരു രൂപചിത്രം വരയ്ക്കുകയും ചെയ്തു. അതിനുശേഷം ഓട്ടോ സ്റ്റാൻഡിൽ പോയതിനു ശേഷം രാജമ്മ എന്ന് പറയുന്ന ഓട്ടോയെ പറ്റി പോലീസുകാർ അന്വേഷിച്ച് നോക്കുമ്പോഴാണ് ധാരാളം ഓട്ടോ ഉണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാകുന്നത്. അതിനുശേഷം പിന്നീട് ബസ് സ്റ്റാൻഡിലും അതുപോലെ തന്നെ അവിടെ ഇവിടെയുള്ള ഓട്ടോക്കാരുടെ പക്കെല്ലാം കൊണ്ടുപോയതിനു ശേഷം ഇവൾ കാണിച്ചു കൊടുത്ത് പറഞ്ഞ് വരച്ച രീതിയിലുള്ള ഈ സ്കെച്ച് രൂപം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അവനാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോലീസുകാരുടെ പക്കൽ പറഞ്ഞു കൊടുക്കുകയാണ്. ആരാണ് എന്ന് നോക്കുന്ന സമയത്ത് അതായത് ഇവളുടെ വീട്ടിൻ്റെ കുറച്ചപ്പുറം മാറിയതിന് ശേഷം ഒരു കോളനിയും കാര്യങ്ങളുണ്ട്. അവിടെയുള്ള ഓട്ടോ ഓടിക്കുന്ന രാജേഷ് കുമാർ ആണ് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോലീസുകാർക്ക് മനസ്സിലാക്കും. പിന്നീട് രാജേഷ് കുമാറിനെ വിളിച്ച് ക്വസ്റ്റ്യനും കാര്യങ്ങളും ചെയ്യുകയും ചെയ്തു. പിന്നീട് ഇവ എല്ലാ രീതിയിലുള്ള കാര്യങ്ങളൊന്നും സമ്മതിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ആ +1 പഠിക്കുന്ന വിദ്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ നേരെ വിളിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇവൾ പറഞ്ഞ് ഇവൻ തന്നെയാണ് ആൾ എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട രീതിയിൽ തന്നെ പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. അതിനുശേഷം ഇവളുടെ രീതിയിലുള്ള കാര്യങ്ങൾ മുഴുവനെ ഇവൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അതായത് ഇവളെ വീടിൻ്റെ മുമ്പിൽ എത്തിയതിനു ശേഷം ഇവൻ്റെ ഓട്ടോയുടെ മുമ്പ് ടയറാണെങ്കിൽ അവിടെ ഒരു ചാല്
സ്റ്റാളിലോട്ട് പോവുകയും പിന്നീട് അവിടെ നിന്ന് ഇവനിക്ക് ഒറ്റയ്ക്ക് ഈ ഓട്ടോ പൊന്തിച്ച് എടുക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഇവൻ തളർന്നതിന് കൊണ്ട് തന്നെ ആ നേരെ വീട്ടിൻ്റെ മുമ്പ് പോയതിന് ശേഷം കോളിംഗ് ബെല്ലടിക്കുകയും പിന്നീട് ആ വീട്ടിൻ്റെ അകത്ത് നിന്ന് ആരെ ഇറങ്ങി വരികയും ചെയ്തു. പിന്നീട് അവളുടെ പക്കൽ കുറച്ച് വെള്ളം തരുമോ എന്ന് ചോദിക്കുകയാണ്. അതിനുശേഷം പിന്നീട് ഇവളോട് പറയുകയും ചെയ്തു ആ ഓട്ടോ ഒന്ന് കയറ്റാൻ വേണ്ടി സഹായിക്കുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് വിദ്യ എന്ന് പറയുന്ന ആ +1 പഠിക്കുന്ന കുട്ടിയും കൂടി പോകുന്നത്. അപ്പോൾ അവളെയും വിളിച്ചതിന് ശേഷം പിന്നീട് നിർത്തിയതിന് ശേഷം ഈ 2 പെൺകുട്ടികളെയും സഹായം തേടിയതിന് ശേഷം പിന്നീട് ആ ഓട്ടോ പിന്നീട് അവിടെ നിന്ന് പൊന്തിച്ച് മാറ്റാൻ വേണ്ടി ഇദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് രാജേഷ് കുമാർ അവിടെ നിന്ന് ഓട്ടോ റിപ്പയർ ചെയ്യുന്ന രീതിയിൽ തന്നെ അഭിനയിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അന്നേ സമയം ആര്യ വീട്ടിലോട്ട് പോവുകയും ചെയ്തു. ദിവ്യയുടെ വീട്ടിലോട്ട് പോവുകയും ചെയ്യുകയാണ്. പിന്നീട് ആര്യയുടെ വീട്ടിലോട്ട് ഈ രാജേഷ് കുമാർ പോവുകയും പിന്നീട് കോളിംഗ് ബെല്ലടിച്ച് ഇവളെ വിളിക്കും. പിന്നീട് കുറച്ച് വെള്ളം തരുമോ എന്ന് പറയുകയാണ്. വെള്ളം കുടിച്ചതിന് ശേഷം പിന്നീട് പാത്രം അകത്തോട്ട് വെക്കാൻ വേണ്ടി ഇവൾ പോവുകയും ചെയ്തു. അന്നേ സമയം ഈ രാജേഷ് കുമാറാണ് വീട്ടിനകത്തോട്ട് കയറുകയാണ്. വീട്ടിൽ നിന്ന് പിന്നീട് തിരിഞ്ഞു നിൽക്കുന്ന സമയത്താണ് രാജേഷ് കുമാറിനെ ആര്യ കാണുന്നത്. അതിനുശേഷം പിന്നീട് ഇവൾ പെട്ടെന്ന് ഇതിനെ പേടിച്ചു പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇവൻ അതിദാരുണമായി ഇവളെ റേപ്പ് ചെയ്യുകയും ചെയ്തു. പിന്നീട് അവിടെ നിന്ന് ഇവൾ ഒച്ചപ്പാടുണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയാണ്. അന്നേ സമയമാണ് ഷാളി വെച്ചുകൊണ്ട് തന്നെ അവളെ കഴുത്ത് മുറുക്കി കൊലപാതകം ചെയ്യുന്നത്. അതിനുശേഷം ഇവളെ കഴുത്തിൻ്റെ അകത്തുണ്ടായിരുന്ന സ്വർണ്ണത്തിൻ്റെ മാലിയും അതുപോലെ തന്നെ ഇവളെ വിരലിനകത്തുണ്ടായിരുന്ന മോതിരം കൈൻ്റെ അകത്തുണ്ടായ വളയൊക്കെ ഇവൻ ഊരി മാറ്റുകയും പിന്നീട് അത് നേരെ കൊണ്ടുപോയതിനു ശേഷം ഒരു സ്ഥലത്ത് പണയം വെക്കുകയും പിന്നീട് ഇവൻ അവിടെ നിന്ന് പണം വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം തൊണ്ട് മുതലാണ് പോലീസുകാർ നേരെ പോയി കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. അതിനുശേഷം ആര്യയുടെ അമ്മക്ക് കാണിച്ചു കൊടുത്തപ്പോൾ ഇത് തന്നെയാണ് സാധനമെന്ന് ഇവർ ഐഡൻറ്റിഫൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവനെ നേരെ കൊണ്ടുപോയി ജയിലിൽ അടയ്ക്കുകയാണ്. അന്നേ സമയമാണ് കൊറോണയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നീടാണെങ്കിൽ ഇവനെ ആണെങ്കിൽ പുറത്തോട്ട് പണിയെടുക്കാൻ വേണ്ടി കൊണ്ടുപോകുമായിരുന്നു. അതായത് ഒരു ഡബ്ബർ തോട്ടത്തിലായിരുന്നു പണിയും കാര്യങ്ങളും. അന്നേ ദിവസം ഒരു ദിവസം പണിയെടുക്കുന്നതാണെങ്കിൽ ജയിലിൽ നിന്നുള്ള അധികൃതർ ഇവനിക്ക് കൊടുക്കുന്ന കൂലി എന്ന് പറയുന്നത് 250 റുപ്യായിരുന്നു. അതായത് ഇവനിക്ക് ജാമ്യമില്ലാത്ത ഇരട്ട ജീവപര്യന്തമായിരുന്നു ഇവനിക്ക് വിധിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീടാണെങ്കിലോ അതേ സമയം ഒരു ജയിൽ പള്ളീൻ്റെ കൂടെ തന്നെ പണിയെടുക്കാൻ പോയിട്ട് നിന്ന് ആ ഡബ്ബർ തോട്ടത്തിൽ നിന്ന് ഇവൻ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. പിന്നീട് ഇവനോട് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്ന ആ ജയിൽ പുള്ളി പോലീസുകാർക്ക് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയാണ്. പിന്നീട് ഇവനെ 2022 ഒരു മൊബൈൽ ഷോപ്പിൽ വെച്ചിട്ടാണ് പിന്നീട് ഇവൻ അറസ്റ്റ് ചെയ്യുന്നത്. അതായത് ഒരു സിം എടുക്കാൻ വേണ്ടി പോയതിന് ശേഷമാണ് ആ മൊബൈൽ ഷോപ്പിൽ വെച്ച് പോലീസുകാർ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്നേ സമയം ഇവനൊരു വിവാഹം കഴിക്കുകയും പിന്നീട് അവർക്ക് പള്ളയിലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇവനെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് നേരെ ജയിലിൽ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവൻ ജയിലിൽ തന്നെയാണ് തുടർന്ന് വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇതിൽ നല്ല വീഡിയോയുമായി വരാമെന്ന പ്രതീക്ഷ. Signing off, it's me, Afrad.